കുറച്ച് നാളായിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫീഡിൽ വരുന്ന റീലാണ് ബ്രേക്കപ്പ് ഹേർട്സ്. ബട്ട് അതിലും ഹേർട്ടാണ് അമ്മമാർ കുഞ്ഞുങ്ങളെ വീട്ടിലാക്കിയിട്ട് ജോലിക്ക് പോകുന്നതെന്ന്. ശരിയാണ്, ഞാനും കുറച്ച് നാളായിട്ട് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. കൊറോണ വന്നതോടുകൂടി എനിക്ക് ഓഫീസിലേക്ക് പോകേണ്ട ആവശ്യമേ വന്നിട്ടില്ല. ഞാൻ ഓഫീസിൽ പോയിട്ടുമില്ല. പക്ഷെ 2026 എൻ്റെ സ്റ്റോറ് തന്നെ മാറ്റി എഴുതി ഓഫീസിലോട്ട് കമ്പൽസറി ആയിട്ട് ചെല്ലാൻ പറഞ്ഞു. അതും എൻ്റെ ഓഫീസ് കൊച്ചിയിലും അല്ല, തിരുവനന്തപുരം വരെ എനിക്ക് ട്രാവൽ ചെയ്തിട്ട് പോകണം. ഇത് ഞാൻ ജാനുവരി 2 എടുത്ത വീഡിയോ കേട്ടോ. കാരണം ഞാൻ അന്നാണ് ഓഫീസിലേക്ക് ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുന്നത്. ഒറ്റയ്ക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം ട്രാവൽ ചെയ്യുന്നതും ചിലപ്പോൾ ഈ ഒരു യാത്രയായിരിക്കും. പിന്നെ 4:30 ട്രെയിനായിരുന്നു ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ളത്. ഞാൻ ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ കുഞ്ഞും കൂടി എഴുന്നേറ്റു. പിന്നെ അവനെ പാവം ഉറക്കി കിടത്തി അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാട്ടോ ഞാൻ പോകുന്നത്. കുഞ്ഞു കരയൊക്കെ ചെയ്തതിനിടയിൽ കഴിക്കാനായിട്ട് ഞാൻ ഓട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ട്രെയിനിലിരുന്ന് കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ ഓട്ടോ പിടിച്ച് തിരുവനന്തപുരത്തെ ഓഫീസിലോട്ട് പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡി കാർഡ് പോലും ഇല്ലാണ്ടാണ് ഞാൻ ഓഫീസിലേക്ക് കയറി ചെന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 വർഷത്തിനിടയിൽ ഞാൻ ഒരിക്കൽ പോലും ഓഫീസിൽ പോയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഐ ഡി കാർഡും ഇല്ല. എന്തോ നല്ല ഭാഗ്യത്തിന് അന്ന് എനിക്ക് അവിടെ വെച്ച് എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ കാണാൻ പറ്റി. അവനുള്ള കാരണം കുറേ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടന്നു. ഒരു 4-5 മണിക്കൂർ അറ്റൻഡൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആലുവയിൽ നിന്ന് 6 മണിക്കൂർ ട്രാവൽ ചെയ്ത് തിരുവനന്തപുരം വരെ പോണത്. അതും ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ അറ്റൻഡൻസ് വരെ വാലിഡ് ആവുള്ളൂ. ഐ ഡി കാർഡ് ഇല്ലാണ്ട് ഞാൻ അവിടെ എന്ത് കാണിക്കാനാ? പൊട്ടനെ ലോട്ടറി അടിച്ച പോലെ അവിടെ 5-6 മണിക്കൂർ ഇരുന്നിട്ട് ഞാൻ തിരിച്ച് ട്രെയിന് പോരേണ്ടി വന്നേനെ. ഭാഗ്യത്തിന് അവനെ കണ്ടതും അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഐ ഡി കാർഡ് കിട്ടി. ഐ ഡി കാർഡ് ആക്ടിവേറ്റ് ആവാൻ 2 മണിക്കൂർ എടുത്തു. കാർഡ് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം 3.5 മണിക്കൂർ സ്വൈപ്പ് ഇൻ ചെയ്തിട്ട് ഓഫീസിൽ നിന്ന് കുറച്ച് വർക്കൊക്കെ ചെയ്ത് 6 മണിയായപ്പോഴേക്ക് ഓഫീസിൽ നിന്ന് സ്വൈപ്പ് ഔട്ട് ചെയ്ത് ഇറങ്ങി നേരെ ഊബറിൽ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് വെച്ചോടിച്ചു. നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, കറക്റ്റ് ടൈമിൽ ട്രെയിൻ കിട്ടുമോ എന്നൊക്കെ. കാരണം ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത്, അതും ട്രെയിനിൽ ഒറ്റയ്ക്ക്. ഏകദേശം 12-1 മണിയായപ്പോഴേക്കും ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വെച്ചുപിടിച്ചു. അച്ഛൻ വന്നു കൊണ്ടുവരാൻ. പിന്നെ വീട്ടിലെത്തി നേരെ കുളിച്ചു ഫ്രഷായി. ഇല്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളൂല. കാരണം റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലൊക്കെ ഇരുന്ന് ഇറങ്ങിയത് കൊണ്ട് മൊത്തം അണ്ടായിരിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിള്ളേരെ കണ്ടു. പാവങ്ങൾ ഒരു ദിവസം മുഴുവൻ എന്നെ കാണാണ്ട് വിഷമിച്ചു. ഇതിനിടയിൽ നിങ്ങൾ ചോദിക്കുമല്ലോ എന്നറിയില്ലെങ്കിലും എൻ്റെ കവിള് വീർത്തിരിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ഒരു പല്ല് പറിച്ച കഥയാണ്.